റബ്ബർ കർഷകർക്ക് നിരാശ നൽകി റബ്ബർ വില താഴേക്ക്. മെച്ചപ്പെട്ട ഉൽപാദനം ലഭിക്കുന്ന കാലയളവിൽ ഉണ്ടായിട്ടുള്ള വിലയിടിവ് കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത്. 175 മുതൽ 185 വരെയാണ് നിലവിൽ റബ്ബർ വില. പണിക്കൂലിയും മറ്റും നൽകിക്കഴിഞ്ഞ് തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത്. റബ്ബർ കിലോഗ്രാമിന് കുറഞ്ഞത് 280 രൂപയെങ്കിലും ലഭിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അടിക്കടി റബ്ബറിനുണ്ടാകുന്ന വിലയിടിവ് നിയന്ത്രിക്കാൻ റബ്ബർ ബോർഡിന്റെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന ആവശ്യവും കർഷകർ മുന്നോട്ട് വയ്ക്കുന്നു. നിരാശ നൽകി റബ്ബർ വില താഴേക്കാണ്. മെച്ചപ്പെട്ട ഉൽപാദനം ലഭിക്കുന്ന കാലയളവിലുണ്ടായിട്ടുള്ള വിലയിടിവ് വലിയ തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത്. 175 മുതൽ 185 വരെയാണ് നിലവിൽ റബ്ബർ വില. റബ്ബർ കിലോയ്ക്ക് കുറഞ്ഞത് 280 രൂപയെങ്കിലും ലഭിക്കണമെന്നാണ് ആവശ്യം. അടിക്കടി റബ്ബറിനുണ്ടാകുന്ന വിലയിടിവ് നിയന്ത്രിക്കാൻ റബ്ബർ ബോർഡിന്റെ ഫലപ്രദമായ ഇടപെടൽ വേണമെന്ന ആവശ്യവും മുമ്പോട്ട് വയ്ക്കുന്നു. ഇവിടെ സാധാരണ 175 രൂപ മുതൽ 180 രൂപ വരെയാണ് ഇവിടുത്തെ വില. 85 വരെയുണ്ട് അങ്ങേ അറ്റം പോയാൽ. കൂലിക്കാരന് കൂലിയും കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല. ഏറ്റവും കുറഞ്ഞത് 250 രൂപ വിലയെങ്കിലും 1 കിലോ റബ്ബറിന് കിട്ടണം, എന്നാലേ ഞങ്ങൾക്ക് മുതലാവുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാർഷികോൽപ്പന്നങ്ങളുടെ വില പൊതുവെ താഴേക്കാണ്. വിലയിൽ ഏറ്റവും അധികം ഇടിവ് സംഭവിച്ചിട്ടുള്ളത് റബ്ബറിനാണ്. 250 എത്തുമെന്ന് തോന്നിപ്പിച്ച റബ്ബർ വില ഇപ്പോൾ 150 കൂപ്പുകുത്തുമോ എന്ന ആശങ്കയുമുണ്ട്. നവംബർ ഡിസംബർ മാസങ്ങൾ പൊതുവെ റബ്ബർ ഷീറ്റിന്റെ ഉൽപാദനം കൂടുതലുള്ള കാലമാണ്. ഈ സമയത്താണിപ്പോൾ വിലയിൽ ഇടിവ് സംഭവിച്ചിട്ടുള്ളത്. ഇറക്കുമതി വർദ്ധിച്ചതാണ് ഇപ്പോഴത്തെ വിലയിടിവിന് കാരണമെന്ന വാദവും നിലനിൽക്കുന്നു. ടാപ്പിംഗ് കൂലിയും മറ്റ് അസംസ്കൃത വസ്തുക്കളുടെ വിലയുമൊക്കെ കണക്കാക്കിയാൽ ഇനിയും വിലയിടിഞ്ഞാൽ റബ്ബർ കർഷകർക്കും അത് വലിയ നിരാശ സമ്മാനിക്കും. വേനൽക്കാലത്ത് മരങ്ങളിൽ ഇല പൊഴിയുകയും ഉൽപാദനം നന്നേ കുറയുകയും ചെയ്യും. അടിക്കടി റബ്ബറിനുണ്ടാകുന്ന വിലയിടിവ് നിയന്ത്രിക്കാൻ ഫലപ്രദമായ ഇടപെടലെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.